പശ്ചിമേഷ്യൻ യുദ്ധം ടയർ റീട്രേഡിംഗ് വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയെന്നും നിരക്ക് വർധന അനിവാര്യമാണെന്നും കേരള ടയർ റീട്രേഡേഴ്സ് അസോസിയേഷൻ. ക്രൂഡ് ഓയിലിൻ്റെയും അസംസ്കൃത വസ്തുക്കളുടെയും വില വർധനയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ഉന്നയിച്ചുകൊണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ ഈ മാസം 20-ന് സംസ്ഥാന വ്യാപകമായി കമ്പനികൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്നും KTRF അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ക്രൂഡ് ഓയിൽ വില വർധനവും ക്ഷാമവും കാരണം ടയർ റീട്രേഡിംഗ് മേഖലയിലെ അസംസ്കൃത വസ്തുക്കൾക്ക് അനിയന്ത്രിതമായി വില വർദ്ധിച്ചതിനാൽ ടയർ റീട്രേഡിംഗ് മേഖല വൻ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണെന്നും 20% വരെ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നും കേരള ടയർ റീട്രേഡേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ റീട്രേഡിംഗ് കമ്പനികളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ഞങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി, അതുപോലെ വിപണിയിലെ മത്സരം, പിന്നെ തൊഴിലാളി ക്ഷാമം, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ, കറണ്ട് വില വർധനവ്, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ലോക്കൽ ബോഡി ലൈസൻസ്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അത്തരൊരു സാഹചര്യത്തിൽ റീട്രേഡിംഗ് നിരക്കുകൾ ഒരു 20% വരെ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വ്യവസായത്തെ നിലനിർത്താൻ സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഇത്രയും ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചുകൊണ്ട് ഈ വരുന്ന ഏപ്രിൽ 20 സംസ്ഥാന വ്യാപകമായിട്ട് റീട്രേഡിംഗ് കമ്പനികൾ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു സമര പരിപാടി KTRF സംസ്ഥാന കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേ ദിവസം പാലക്കാട് ജില്ലയിലെ എല്ലാ റീട്രേഡിംഗ് കമ്പനികളും അവധിയായിരിക്കും. തൊഴിലാളിക്ഷേമം, വിപണിയിലെ മത്സരം എന്നിവ മൂലം പൊതുവെ പ്രതിസന്ധിയിലായ ഈ മേഖലയ്ക്ക് റീട്രേഡിംഗ് അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവ് ഇരുട്ടടിയായിരിക്കുകയാണെന്നും ഈ വ്യവസായം നിലനിൽക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ ഈ മാസം 20-ന് സംസ്ഥാന വ്യാപകമായി കമ്പനികൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്നും KTRF സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ചെർപ്പുളശ്ശേരി, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശിവൻകൊപ്പം, ജില്ലാ ട്രഷറർ രാമദാസ് കല്ലേക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. NCV ന്യൂസ്, തൃത്താല.